വടകര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബ്രാഞ്ചിലെ പണയ സ്വർണ്ണ തട്ടിപ്പിൽ വിശദീകരണവുമായി കേസിലെ പ്രതി മദാ ജയകുമാർ രംഗത്ത് വന്നു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് വേണ്ടിയാണ് സ്വർണം പണയപ്പെടുത്തിയതെന്നും ബാങ്കിന്റെ സോണൽ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തതെന്നും മുൻ ബാങ്ക് മാനേജർ വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. എന്നാൽ കാണാതായ സ്വർണത്തെക്കുറിച്ച് ഇദ്ദേഹം വിശദീകരണം നൽകുന്നില്ല. 26 കിലോ പണയ സ്വർണം നഷ്ടമായതിലാണ് മുൻ ബാങ്ക് മാനേജർ വീഡിയോ വഴി വിശദീകരണം നൽകുന്നത്. ബാങ്ക് സോണൽ മാനേജർ അരുണിൻ്റെ നിർദ്ദേശപ്രകാരം സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൻ്റെ സ്വർണം ഉപയോഗിച്ച് മറ്റു പലരുടെയും പേരിൽ കാർഷിക ലോൺ നൽകി. കോഴിക്കോടും മലപ്പുറത്തും വയനാട്ടിലുമായി നിരവധി ബ്രാഞ്ചുകളിൽ ഈ ധനകാര്യ സ്ഥാപനത്തിൻ്റെ സ്വർണം ഇത്തരത്തിൽ പണയം വെച്ചിട്ടുണ്ടെന്നും മദാ ജയകുമാർ പറയുന്നു. ഇതൊന്നും ഓഫീസിൽ പറഞ്ഞിട്ട് അവരുടെ പ്രഷർ കൊണ്ടാണ് എല്ലാ മാനേജറും ലൈക്ക് വടകര, സുൽത്താൻ ബത്തേരി, കോഴിക്കോട്, അടൂർ, മഞ്ചേരി, മലപ്പുറം എല്ലാ ബ്രാഞ്ചിലും കസ്റ്റമറെ വരാതെ ഏതോ ഒരു ആധാർ കാർഡ്, പാൻ കാർഡ് എടുത്തിട്ട് അവരുടെ പേരിൽ ഗോൾഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇത് വയലേഷനാണ്. ബിക്കോസ് കസ്റ്റമർ വരാതെ അവരുടെ പേരിൽ നമ്മൾ ഗോൾഡ് വയ്ക്കാൻ പറ്റില്ല. ഭൂമിയുടെ യഥാർത്ഥ ഉടമകൾ അറിയാതെയാണ് ഇടപാടെന്നും ഒരു ലോണിൽ കോടികൾ വരെ നൽകിയിട്ടുണ്ടെന്നും ഇദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. നിലവിലെ ബാങ്ക് മാനേജർ ഇർഷാദിന് സ്വകാര്യ ധനകാര്യ സ്ഥാപനവുമായി ബന്ധമുണ്ടെന്നും ആരോപണമുണ്ട്. ഒളിവിലല്ലെന്നും ലീവിലാണെന്നും വീഡിയോ സന്ദേശത്തിൽ ഇദ്ദേഹം പറയുന്നു. വടകര ഡിവൈഎസ്പിയാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രതിയായ മദാ ജയകുമാറിനെ കണ്ടെത്തുന്നതിനായി ജന്മനാടായ തമിഴ്നാട്ടിലടക്കം അന്വേഷണം പുരോഗമിക്കുകയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.